ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഇഫ്താറിൻ്റെ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല 2 ഹെൽത്തി ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മളിത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മളെ വയറ് നല്ല ഫില്ലാവും. പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 5 ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ കസ്റ്റേർഡ് പൗഡറോ കോൺഫ്ലവറോ ഒന്നും വേണ്ട. ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, മൈസൂർ പൂവനല്ല കേട്ടോ. ഇതൊന്നും നമുക്ക് പീസസ് ആയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് പഴത്തിൻ്റെ എണ്ണയൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് പാലൊഴിക്കേണ്ട കേട്ടോ, അപ്പോൾ പഴം നന്നായിട്ട് അരങ്ങി കിട്ടൂല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പാൽ കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയേ. നമുക്ക് എത്ര ലൂസ് വേണം എന്ന രീതിയിൽ അത്രയും പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ഇപ്പോൾ അതാ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് ഉള്ളത്. ഒരുപാട് കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വലിച്ചു കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഒരു കട്ടിയാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ ഫ്രൂട്ട്സായിട്ട് ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പഴം 2 എണ്ണം ചെറുതാക്കി കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ബദാമും കാഷ്യൂനട്ടും ഈത്തപ്പഴം കൂടാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് ചെറിയൊരു ഉറുമാമ്പഴം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിലും ചിയ സീഡ്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കണ്ടില്ല, ഇതന്നെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അത്രയ്ക്കും വയറ് ഫില്ലാവും. പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കും. ഒരു ഗ്ലാസ്സിലൊന്നും ഒതുങ്ങൂല. അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇതിലിട്ടിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം, പാലാണെങ്കിലും എല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ ആകെ ഒരു മിസ്റ്റേക്ക് ഉള്ളത് പഞ്ചസാരൻ്റെ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. അത് ചേർക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ആ പഴത്തിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും മധുരത്തിൽ മാത്രം നിങ്ങൾക്കിത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ആക്കണേ. ഇനി നമുക്ക് അടുത്തത് കാണാം. ഇതൊരു ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല പീസസ് ആക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ പീസസ് ആക്കിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ പിന്നെ ഈത്തപ്പഴം ഇതിൽ വേവിച്ചെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേവിച്ചെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈത്തപ്പഴം കുറച്ച് പാലിലൊന്ന് കുതിർത്ത് വെച്ചാലും മതിയേ. നമുക്കിനി ഇത് ഹൈ ഫ്ലെയിമിൽ 2 വിസിലിടിക്കാം. ഇപ്പോൾ ദാ ഈത്തപ്പഴവും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈത്തപ്പഴവും ക്യാരറ്റും കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല കട്ടിയുണ്ട് ഇത്. ഇനി ജാറിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഈ ബൗളിലേക്ക് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാകത്തിനുള്ള കട്ടിയായിരിക്കും. കാരണം ഒരുപാട് കട്ടിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ല കുടിക്കാനായിട്ട്. ഇപ്പോൾ ദാ ഇത് പാകത്തിനുള്ള കട്ടിയാണേ. ഇതിൽ പഞ്ചസാര കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല. ഈ ഈത്തപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റും ആ ക്യാരറ്റിൻ്റെ ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതന്നെ നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഹെൽത്തി ആവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം. ഞാൻ കുറച്ച് ആപ്പിളും കുറച്ച് ബദാമും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൈജഷനെല്ലാം ഹെൽപ്പാക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിയ സീഡ്സ് വേണമെങ്കിലും അത് ഉപയോഗിക്കാം. കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്.
അപ്പോൾ 2 ഡ്രിങ്കും അടിപൊളി ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ഇനി അടിപൊളി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.